എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് എസൻഷ്യൽ ഓയിലുമായിട്ടാണ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ എസൻഷ്യൽ ഓയിൽ? എസൻഷ്യൽ ഓയിൽ ശരിക്കും ഗുണമുള്ളതാണോ? അതുകൊണ്ട് നല്ല സ്മെല്ല് കിട്ടുമോ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ മിക്കവാറും തന്നെ ഇങ്ങനത്തെ കമൻറ്റുകൾ എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്ന വീഡിയോസിൽ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു തന്നെ എസൻഷ്യൽ ഓയിലിനെ പറ്റി ഇന്നൊരു വീഡിയോ ചെയ്യാം. എന്താണ് എസൻഷ്യൽ ഓയിൽ, അതിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ശരിക്കും പറഞ്ഞാൽ എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് ചെടികൾ അതുപോലെ തന്നെ പൂക്കളിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിലാണ് എസൻഷ്യൽ ഓയിൽ. ആ ചെടികളുടെയും പൂക്കളുടെയൊക്കെ എസൻസ് അല്ലെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള സത്ത് അടങ്ങിയിട്ടുള്ള ഓയിലുകളാണ് എസൻഷ്യൽ ഓയിൽ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ പലതരത്തിൽ പല മണങ്ങളിലുള്ള എസൻഷ്യൽ ഓയിൽ ഇന്ന് അവൈലബിൾ ആണ്. ലാവൻഡർ ഉണ്ട്, റോസ്മേരി ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, സാൻഡൽവുഡ് ഉണ്ട്, പെപ്പർമിൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓയിൽസ് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പോപ്പുലറായിട്ടുള്ളത് ലാവൻഡർ, അതുപോലെ ജാസ്മിൻ, പെപ്പർമിൻറ്റ്, സാൻഡൽവുഡ്, അങ്ങനെ കുറച്ച് കാറ്റഗറിയാണ് കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതും ആളുകൾക്ക് കൂടുതൽ താല്പര്യവും ഉള്ളത്. പിന്നെ ഈ എസൻഷ്യൽ ഓയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന അരോമ തെറാപ്പിക്കാണ്. അപ്പോൾ അരോമ തെറാപ്പിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ സുഗന്ധം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് വഴി നമ്മുടെ മൂഡിനും അതുപോലെ നമ്മുടെ ഇമോഷൻസിനും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ എസൻഷ്യൽ ഓയിലിൽ പ്രത്യേകിച്ച് അതിൻ്റെ സുഗന്ധത്തിന് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഉത്തേജിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇമോഷൻസിനെ, മൂഡ്സിനെ, ബിഹേവിയറിനെ ഒക്കെ അതിൽ ഒരു ചേഞ്ചസ് വരുത്താനായിട്ട് നമ്മുടെ എസൻഷ്യൽ ഓയിലിൽ കഴിവുണ്ട്. അപ്പോൾ അരോമ തെറാപ്പിക്ക് ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്. ഇനി നമുക്ക് എസൻഷ്യൽ ഓയിൽസ് എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പ്രധാനമായിട്ട് 2 രീതിയിലാണ് എസൻഷ്യൽ ഓയിൽ നിർമ്മിച്ചെടുക്കുന്നത്. ഒന്ന്, ഇത് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് ആ ബോയിലിംഗ് മെത്തേഡിൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ കോൾഡ് പ്രസ്സിങ് മെത്തേഡിൽ, അതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ്, അങ്ങനെയും ഇത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എസൻസൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് എന്നിട്ട് ഒരു ബേസ് ഓയിൽ അല്ലെങ്കിൽ ഒരു ക്യാരിയർ ഓയിലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ആ എസൻസ് എന്ന് പറയുന്നത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര കാഠിന്യമുള്ള സ്മെല്ലും ആയിരിക്കും. അപ്പോൾ അത്രയും സ്മെല്ല് നമുക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബേസ് ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എസൻഷ്യൽ ഓയിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഈ എസൻഷ്യൽ ഓയിൽ പല ക്വാളിറ്റി ഉള്ളതുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡ് നോക്കി മേടിക്കാനായിട്ട് ഏറ്റവും ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ ലോക്കൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് അല്ലെങ്കിൽ ലോക്കൽ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ മണമൊന്നും അധികം നേരം നിൽക്കില്ല, പെട്ടെന്ന് തന്നെ മണം പോകുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിൽ കൂടുതലും ക്യാരിയർ ഓയിലായിരിക്കും, എസൻസ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഈ എസൻഷ്യൽ ഓയിലെ പ്രധാനപ്പെട്ട ടൈപ്സ് ഞാൻ പറഞ്ഞല്ലോ, പെപ്പർമിൻറ്റ്, ലാവൻഡർ എന്നൊക്കെ. അപ്പോൾ ഓരോ ടൈപ്പിനും ഓരോ ഗുണങ്ങളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. പെപ്പർമിൻറ്റ് ആണെങ്കിൽ നമ്മുടെ എനർജി ലെവലൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ ലാവൻഡർ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സൊക്കെ മാറ്റാനായിട്ട്, നല്ല ഉറക്കം കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഉറക്കം ഇല്ലാതെ, രാത്രി ഉറക്കമില്ലാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ കുറച്ച് സമയം ലാവൻഡർ ഓയിൽ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ സുഗന്ധം ശ്വസിക്കുന്നത് വഴി നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പല എസൻഷ്യൽ ഓയിലും പല പല ഗുണങ്ങളാണുള്ളത്. പിന്നെ ചിലവർക്ക് ചില എസൻഷ്യൽ ഓയിലിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ ചിലപ്പോൾ തലവേദനയൊക്കെ വരും. അപ്പം ഇതിന് ഗുണങ്ങൾ മാത്രമല്ല ദോഷമുണ്ട്. തലവേദന മാറാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചിലവർക്ക് ചില സ്മെല്ലിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ആ സ്മെല്ല് കൂടുതലായിട്ട് ശ്വസിക്കുന്നത് വഴി ചിലപ്പോൾ തലവേദന അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആവുന്നതെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിലെ പല ആവശ്യങ്ങൾക്കും എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. വീട് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം എസൻഷ്യൽ ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മെല്ല് കിട്ടും. അതുപോലെ വീട്ടിന് നല്ലൊരു സുഗന്ധം നൽകാൻ എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഡ്രസ്സുകൾ അലക്കുമ്പോൾ. ലാസ്റ്റ് ഡ്രസ്സുകൾ അലക്കി പിഴിഞ്ഞെടുക്കുമല്ലോ, ആ സമയത്ത് നമ്മൾ കുറച്ച് എസൻഷ്യൽ ഓയിൽ ആ വെള്ളത്തിൽ ചേർത്തിട്ട് അതിലെ തുണികൾ ഉരുപ്പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ആ തുണികൾക്കൊക്കെ നല്ലൊരു സുഗന്ധം കിട്ടും. പിന്നെ ഈ എസൻഷ്യൽ ഓയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ബോഡി ഡിയോഡ്രൻ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എസൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച് ബോഡി ഡിയോഡ്രൻ്റ് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം, കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് നമുക്ക് എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എസൻഷ്യൽ ഓയിൽ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള ഒന്നല്ല, പുറമേ ഉള്ള യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
പിന്നെ ഈ എസൻഷ്യൽ ഓയിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ നാട്ടിൽ പല ഷോപ്പുകളിലും എസൻഷ്യൽ ഓയിൽ ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഇത് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.